പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും ഒരയ്ക്ക് മീതെ ചാഞ്ഞാൽ എന്ത് ചെയ്യും? അതാ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. കൈക്കൂലി വാങ്ങാതെ എന്നെപ്പോലുള്ള പാവം കോൺട്രാക്ടർമാരെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ കൊടുക്കുന്നൊരു തിരിച്ചടിയുണ്ട്. അതാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇത് പിടി. പിടിക്കടോ. ഇത് കൊണ്ടുപോയി ആ സത്യസന്ധയ്ക്ക് കൊടുക്ക്. ഈ നോട്ടുകൾ എനിക്ക് തന്നത് ആരാന്നറിയാലോ? വിജിലൻസുകാരാ. വിജിലൻസ്? ആ കിടക്കുന്ന കാറ് കണ്ടോ? അതില് മുഴുവൻ വിജിലൻസ് ഉദ്യോഗസ്ഥരാ. നീ ഈ പണം ദേവികയ്ക്ക് കൊടുക്കുമ്പോ അവരവിടെ എത്തും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ദേവിക കൈക്കൂലി കേസിലകത്താകും. അല്ല, അപ്പൊ എന്നെ പിടിക്കില്ലേ? നിനക്കൊന്നും സംഭവിക്കില്ല. അതിനുള്ള കെട്ടൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട്. അല്ല, ഇത് ഞാൻ ചെയ്താ എനിക്കെന്താ ഗുണം? കുറച്ച് കാശ് നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ബാക്കിയും കൂടെ ഞാനങ്ങ് തരും. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ്. മാമച്ച, പോലീസുകാരെ വിശ്വസിക്കാൻ പറ്റില്ല. അവസാനം ഞാനും കൂടി കുടുങ്ങരുത്. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? പരിചയപ്പെട്ടിട്ട് അധിക ദിവസമൊന്നും ആയില്ലെങ്കിലും നമ്മൾ തമ്മിലൊരു അടുപ്പമുണ്ടല്ലോ. ആ അടുപ്പം ഞാൻ ദുരുപയോഗം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കിപ്പോ സമയം വളരെ മോശമാണ്. എനിക്ക് നിന്നേക്കാളും മോശം. അതുകൊണ്ടാണല്ലോ ഒരു ബില്ല് പാസ്സാക്കി കിട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. നിന്റെ സമയവും മോശമാ, എന്റെ സമയവും മോശം. ഇനി ദേവിക മാഡത്തിന്റെ സമയവും കൂടി മോശമായിക്കോളും. ധൈര്യമായിട്ട് ചെല്ലാം. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ശരി. ഞാൻ വാടക തരുന്നില്ല എന്നായിരുന്നു നിന്റെ പരാതി. എന്നാ ഇന്നത്തോടെ അത് തീർത്തേക്കാവുന്ന ഞാൻ. കുടിശ്ശികയടക്കം 50,000 രൂപയാണ്. ഇത് മുഴുവനും ഞാൻ നിനക്ക് തരാൻ പോകും. 50,000 രൂപയോ? എന്താടാ, വല്ല മോഷണം തുടങ്ങിയോ? ആ ഗതികേട് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. എനിക്കുണ്ട് കാശെന്ന് സഹായിക്കാൻ ആളുകൾ. ആശുപത്രിയിൽ എന്തായാലും കുറച്ച് പണം അടക്കണമായിരുന്നു. എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. അവൻ അപ്പ തന്നെ കാശ് അയച്ചത്. പിടിച്ചു. ആ ഇത് വാങ്ങി വീടിനകത്ത് വെച്ചാ പോലീസ് എങ്ങാനും വരുമോ? നീ ആയതുകൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതൊരിക്കലും നീ പേടിക്കണ്ട. പോലീസ് എന്തായാലും വരാൻ പോകുന്നു. പിന്നാരാ വരാൻ പോകുന്ന? ഗുണ്ടകളോ? ആരും വരില്ല. സത്യം പറ, നീ കാശ് എങ്ങനെ ഉണ്ടാക്കിയതാ? ഞാൻ പറഞ്ഞല്ലോ, കടം വാങ്ങിയതാ. ആരുടെ കയ്യിൽ നിന്ന്? ആ തങ്കച്ചിയുടെ കയ്യിൽ നിന്നാ? അങ്ങനെയാണെങ്കിൽ ഈ കാശ് എനിക്ക് വേണ്ട. ഏതെങ്കിലും പാവങ്ങളുടെ അടുത്തുനിന്ന് പലിശയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിഴിഞ്ഞുണ്ടാക്കിയ പൈസ ആയിരിക്കും. എന്റെ പൊന്ന് ദേവികെ,
തങ്കച്ചിയോട് വാങ്ങാനായിരുന്നെങ്കിലേ എനിക്ക് നേരത്തെ ആവായിരുന്നു. അവര് വെറുതെ ഒന്നും കാശ് തരില്ല. ഇത് വേറെ ആളെ നിന്ന് വാങ്ങിയതാ.